പറയുന്നത് അല്ലാഹുവിന്റെ മുന്നിലൊന്ന് പറഞ്ഞു നോക്ക്. അല്ലാഹുവേ, രാത്രി നമസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഖുർബത്തുൻ ഇലല്ലാഹ്. അവൻ അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ട് വതുകഫിറു ലിസ്സയ്യിആത്ത്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ, കള്ള് കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, പലിശ തിന്നിട്ടുണ്ട്, നിസ്കരിക്കാതെ അഹങ്കാരികളെ പോലെ ഞാനും നിങ്ങളും ഒരുപാട് പാപം ചെയ്ത് നടന്നവരല്ലോ. ഇതൊക്കെ ഒന്ന് പൊറുക്കണ്ട്, ഇതൊക്കെ ഒന്ന് പൊറുക്കണ്ട്. അതിനുള്ള വഴി എന്താ? പാപം പൊറുക്കണോ, പാപം പൊറുക്കണോ. ഇന്ന് വരെ നീ എത്ര വലിയ കുലപാതകം ചെയ്താൽ, എത്ര വലിയ പാപം ചെയ്താൽ, എത്ര വലിയ പാപം ചെയ്താൽ അല്ലാഹു പുറത്തു തരണോ? രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. പെങ്ങളെ, നീ ആരോടും പറയണ്ട, നീ ചെയ്തു പോയ പാപങ്ങൾ നീ ആരോടും പറയണ്ട. അല്ലാഹുവോട് പറയാൻ പറ്റുമോ? അല്ലാഹുവിനോട് പറയാൻ പറ്റുമോ? ഈ റജബിന്റെ രാത്രി പടച്ചറപ്പിന്റെ മുന്നിൽ എഴുന്നേറ്റിരുന്നിട്ട്, രാത്രി 4 മണിക്ക് എഴുന്നേറ്റിരുന്നിട്ട്, അല്ലാഹുവേ, എന്റെ കയ്യിൽ ഇങ്ങനെ പിഴവ് പറ്റിപ്പോയി റബ്ബേ എന്ന് പറയാ കഴിയുമോ? നിന്റെ ഇന്നു വരെയുള്ള പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ പ്രതിഫലമെന്താ? പലരും പറയുന്ന പരാതി എന്ത്? ഉസ്താദേ, കള്ളുകുടി നിർത്തണമെന്നുണ്ട്, വ്യഭിചാരം നിർത്തണമെന്നുണ്ട്, പരസ്യമായി പലിശ തിന്നുന്നത് നിർത്തണമെന്നുണ്ട്, നിസ്കരിക്കണമെന്നുണ്ട്. പെങ്ങളെ, ഉസ്താദേ, എത്ര സീരിയൽ കാണില്ലെന്ന് തീരുമാനിച്ചാൽ കണ്ടുപോകുന്ന ഉസ്താദേ, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തെറ്റിലേക്ക് വീണു പോകുന്ന ഉസ്താദ്, നന്നാകണോ ഉമ്മ? പാപം ചെയ്യാതെ രക്ഷപ്പെടണോ? ഇനിയെങ്കിലും നിനക്ക് നേരെ ജീവിക്കണോ? റസൂലുള്ളാഹി പറയുകയാ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മ, അല്ലാഹു നിന്നെ സംരക്ഷിക്കുകയാ. നിന്നെ പാപം ചെയ്യാൻ അല്ലാഹു വിടൂല, നിന്നെ തെറ്റ് ചെയ്യാൻ അല്ലാഹു വിടൂല. അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 5 പ്രതിഫലമാണ്, 5 പ്രതിഫലമാണ് ദുആ ചെയ്യാൻ പോവുകയാ. 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഇതറിഞ്ഞിരുന്നെങ്കിൽ നിസ്കരിക്കുമായിരുന്നു വാപ്പാ. ഈ സദസ്സിൽ ഒരുപാട് പേരുണ്ടല്ലോ, ഗുളിക കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നവർ, വേദന സഹിക്കാൻ കഴിയാതെ ഉറക്കമില്ലാതെ പ്രയാസപ്പെടുന്നവർ. ശംസെന്ന് പറയുന്ന കൂട്ടുകാർ, ഉസ്താദേ, ദിവസത്തിൽ 1 മണിക്കൂറാവും ഉറങ്ങുന്നത്, കാലിന് വല്ലാത്ത വേദനയാ, ശിവ കൊടുക്കണേ അല്ലാ. വേദന സഹിക്കാൻ കഴിയാത്തവരുണ്ടല്ലോ, പടച്ചവനെ, രോഗങ്ങളും മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗത്തിന്റെ ഉടമകളുണ്ടല്ലോ. രാത്രി കുടുംബക്കാർ മുഴുവനും കിടന്നുറങ്ങുമ്പോ കട്ടിലിൽ കിടന്ന് കരയുന്ന ഉമ്മ, നിനക്കറിയുവോ രാത്രി നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം? നിനക്കറിയുവോ? പടച്ചവരെ, ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലോ. ഇന്നലെ വയത് പറയാൻ കണ്ണൂർ, പടച്ചവരെ, ചെറുവാഞ്ചേരിയുടെ പരിസരത്തൊരു വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ, ഉസ്താദേ, വാപ്പയുടെ നാവിലെ ക്യാൻസറാ, വായിക്കകത്ത് ക്യാൻസർ ഉള്ളവരുണ്ടല്ലോ, മലദ്വാരത്ത് ക്യാൻസർ ഉള്ളവരുണ്ടല്ലോ, പടച്ചവനെ, മാരകമായ രോഗങ്ങളുള്ളവരുണ്ടല്ലോ. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വമതറത്തുൽ ദാഇഅനിൽ ജസദി, രാത്രി നമസ്കരിക്കുന്ന മനുഷ്യ
മാരകമായ രോഗം, വലിയ വലിയ രോഗങ്ങൾ അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാതിരാത്രി എഴുന്നേറ്റ് പടച്ചവനെ ഓർക്കുന്നവരുണ്ടല്ലോ, അവൻ അല്ലാഹു മാരക രോഗം കൊടുക്കൂല, ക്യാൻസർ കൊടുക്കൂല, ട്യൂമർ കൊടുക്കൂല, കിഡ്നി തകർക്കൂല, ശരീരം തളർത്തൂല, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ കൊടുക്കില്ല. മാരകമായ വലിയ വലിയ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവര്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, മരുന്ന് കൊടുക്കാൻ സഹായിക്കുന്ന പ്രവർത്തകരാ, ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ക്യാൻസറിന്റെ രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ. നിന്റെ കിഡ്നിയുടെ പ്രവർത്തനം നശിച്ചുകൊണ്ടിരിക്കുകയാണോ അറിയില്ലല്ലോ. പെങ്ങളെ, ഏതെങ്കിലും മാരക രോഗം നിനക്കുണ്ടോ എന്നറിയില്ലല്ലോ. അത് തട്ടി മാറ്റാനും മരുന്നിന് കഴിയില്ലല്ലോ. അസദഖത്തു റദ്ദുൽ ബലായാ, സദഖയ്ക്ക് കഴിയുമല്ലോ. സംഘാടകരെ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. ഒരു സദഖ എടുക്കുമോര്, ഒരു സദഖ എടുക്ക വാപ്പാ. മടി കാണിക്കല്ലേ പെങ്ങള്. പാവങ്ങൾക്ക് വേണ്ടിയല്ലോ, രോഗികൾക്ക് വേണ്ടിയല്ലോ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുത്തിട്ട് ബക്കറ്റിന്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് അല്ലാഹുവോട് പറയണം, അല്ലാ അറുത്തു മുറിക്കല്ലേ അല്ലാ. ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ഒരവസ്ഥ തരല്ലേ അല്ലാ. എന്തെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ ഒരു പനിയാക്കി മാറ്റണേ അല്ലാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചത് കൊണ്ടാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചത് കൊണ്ട്, ഒരു സൂറത്ത് പാരായണം ചെയ്തത് കൊണ്ട് അല്ലാഹുവേ, മയ്യത്ത് നമസ്കരിക്കാൻ ജനസാഗരം ഉണ്ടായെന്ന ചരിത്രം പറയുമ്പോ ഇന്നിവിടെ കൂടിയവരോട് പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു ചെറിയ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ? ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ? ഒന്ന് പാരായണം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്താൽ 3 കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് കിടത്ത പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ പള്ളിയും പുറം പള്ളിയും നിറഞ്ഞ് നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ അല്ലാഹു ഇഷ്ടപ്പെട്ടവര് വരും. പെങ്ങള് വരും വാപ്പാ. 40 പേരിൽ കൂടുതലുണ്ടെങ്കിൽ ദുആയിക്ക് ഉത്തരം കിട്ടുമെന്നാണ്. നിന്റെ മയ്യത്ത് ഇവിടത്ത പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ പടച്ചവനെ, 100 കണക്കിന് പേര് പള്ളിക്കകത്ത് വന്ന് നമ്മുടെ മയ്യത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ റഹംഹു, പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ, നീ കരുണ കാണിക്കണേ അല്ലാ, നീ ഖബർ വിശാലമാക്കണേ അല്ലാ, നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ, നീ കരുണ കാണിക്കണേ അല്ലാ, ഈ മനുഷ്യന്റെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. 100 കണക്ക് പേരുടെ ദുആ വേണോ? 100 കണക്കിന് പേരുടെ ദുആ വേണോ? റസൂലുള്ളാഹി പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചാൽ, ഒരു സൂറത്തിനെ സ്നേഹിച്ചാൽ, ഒരു സൂറത്ത് പാരായണം ചെയ്താൽ ഈ സദസ്സിൽ ഇരിക്കുന്ന പിഞ്ചു മക്കൾക്ക് വരെ അറിയുന്ന സൂറത്താ. നിങ്ങൾക്ക് കഴിയുമോ? ഇതിനെ സ്നേഹിച്ചാൽ നിങ്ങളുടെ മരണം നന്നാവുകയാ, നിങ്ങൾക്ക് നല്ല മരണം കിട്ടുകയാ.
അതുകൊണ്ട് 33 വർഷക്കാലം പ്രിയപ്പെട്ട ഗുരുനാഥന്റെ കൂടെ നടന്ന ഹാത്തിമുൽ സമ്മതങ്ങൾ പറയുന്ന ഉസ്താദേ, ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ച ഒന്നാമത്തെ അറിവെന്തെന്നറിയുമോ? ആരെ സ്നേഹിച്ചാൽ അവര് ഖബർ വരെ വരൂ. അതുകൊണ്ട് ഞാൻ ഖബറിന് ശേഷം എന്റെ കൂടെ വരുന്ന ഒരാളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. ഫജഅൽതുൽ ഹസനാതി മഹ്ബൂബാ, ഞാൻ സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്ക്, ആരിയിരിക്കരുത്. അള്ളാഹുടെ എഴുന്നേക്ക് ചങ്ങായിമാരെ. നമ്മളൊക്കെ അള്ളാഹുടെ അടിമയും അള്ളാഹ് നമ്മുടെ യജമാനനുമാണ്. പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കും, സാറേ 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 കാര്യം നടക്കും. അള്ളാഹുടെ മുന്നിൽ നിൽക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖുസിയ്യിദ് ദുനിയ വഅദാബിൽ ആഖിറ. റഹ്മ റഹീമായ കരുണക്കടലായ ദയാലുവായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലാക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഉദാര്യം കൊണ്ട് നീ പൊറുക്കണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെടാത്ത ഒരാളും ഈ സദസ്സിലില്ല റഹ്മാനേ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാമല്ലാ. ഞങ്ങളുടെ പാപം പൊറുക്കണേ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ അല്ലാ, ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാ, ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണേ അല്ലാ. ഇവിടെ ഞങ്ങൾ പിരിയുമ്പോ ഞങ്ങളുടെ പാവങ്ങൾ പുറത്തവരെ പോലെ യാത്രയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ പോകുന്ന വഴിയിൽ മരിച്ച സ്വർഗം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും കബറിൻ്റെത്താണ് റബ്ബേ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, ഖബർ സ്വർഗമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാനെ. അവരുടെ പൊരുത്തം നൽകണേ തമ്പുരാനെ. അവരുടെ കാഴ്ചവെട്ടിൽ കിടക്കുന്ന സ്വർഗം നൽകണേ തമ്പുരാനെ. ഞങ്ങളിൽ പലരും മരുന്ന് കഴിക്കുന്നവരാ അല്ലാ, രോഗങ്ങൾ കാരണം പ്രയാസപ്പെടുന്നവരാ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ തമ്പുരാനെ. അറുത്ത് മുറിക്കല്ലേ തമ്പുരാനെ. ക്യാൻസർ തരല്ലേ തമ്പുരാനെ. ട്യൂമർ നൽകല്ലേ തമ്പുരാനെ. കിഡ്നി തകർക്കല്ലേ തമ്പുരാനെ. ശരീരം തളർത്തല്ലേ തമ്പുരാനെ. കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കൂടപ്പുറപ്പുകളും ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹത്തുകളാക്കണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. ഈമാനുള്ള മരണം തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. തൗബ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലുലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഈ ഉപ്പമാര് ആഫിയത്തും ദീർഘായുസ്സും നല്ല മരണവും കൊടുക്കണേ തമ്പുരാനെ. ഈ സഹോദരങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. നല്ല ജോലി കൊടുക്കണേ അല്ലാ. നല്ല ഇണകളെ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഈ വിദ്യാർത്ഥികൾക്ക് നല്ല വിജയം കൊടുക്കണേ തമ്പുരാനെ. ഈ ഉമ്മ പെങ്ങന്മാരെ കൈവിടല്ലേ അല്ലാ.
രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ കിട്ടിയ സമയമാണ് റബ്ബേ. ജീവിതത്തിലെ പ്രയാസങ്ങളുമായി വന്നവരാണ് റഹ്മാനെ. ഒരുപാട് വേദന സഹിച്ചവരാ. ഇനിയും വേദനിപ്പിക്കല്ല റബ്ബേ, അറുത്തു മുറിക്കല്ലേ റബ്ബേ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. അവർക്ക് സമാധാനം കൊടുക്കണേ അല്ലാ, അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണേ അല്ലാ. പടച്ചവനെ ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ റബ്ബേ. മാസങ്ങളായി ഓടി നടക്കുകയാണ് റഹ്മാനെ, നീ ഹൈറിലാക്കണേ തമ്പുരാനെ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകരെ അനുഗ്രഹിക്കണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാ സ്റ്റാഫുകൾക്കും നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ക്യാമറയുടെ പ്രവർത്തകൻ, പടച്ചവനെ അവന്റെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തിന് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഹൗദുൽ കൗസർ കൊടുക്കണേ തമ്പുരാനെ. പടച്ച റബ്ബേ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. പടച്ചവനെ, പാവപ്പെട്ടവർക്ക് റമളാൻ മാസത്തിൽ ഒരു കിറ്റ് വാങ്ങുന്നതിന് വേണ്ടി സദക്ക ചോദിച്ചപ്പോ 10-25 പേര് തന്നു റബ്ബേ. നീയാണ് തെരഞ്ഞെടുത്തത്, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. പലരും കൊണ്ടുവരാമെന്ന് നിയ്യത്ത് ചെയ്തു, അവരുടെ അവസാനം നന്നാക്കണേ അല്ലാ. പടച്ചവനെ, പ്രവാസികൾ വല്ലാത്ത പ്രയാസത്തിലാണ്. നാട്ടിലേക്ക് വരാൻ കഴിയാത്തവർ, ജോലി നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിക്കുന്നവർ, വന്നവർക്ക് തിരിച്ചു പോകാൻ കഴിയാത്തവർ, നീ കൈവിടല്ലേ തമ്പുരാനെ. സമാധാനം നൽകണേ തമ്പുരാനെ. അവരുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ പ്രഭാഷണം മണിക്കൂറുകളായി കണ്ടുകൊണ്ട് ഒന്നാമീൻ പറയാൻ കാത്തിരിക്കുന്ന ആയിരങ്ങളുണ്ട് റബ്ബേ. അവരുടെ മനസ്സു നിനക്കറിയാമല്ലോ അല്ലാ. കൈവിടല്ലേ അല്ലാ, അവസാനം നന്നാക്കണേ അല്ലാ. പടച്ചവരെ അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പടച്ചവനെ, മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങള് മരിച്ചാ ഞങ്ങളുടെ മക്കൾക്കാരുമില്ല റബ്ബേ. വാപ്പയ്ക്ക് പകരം വെക്കാൻ വേറെ ആരുമില്ല അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വീടിന്റെ വിളക്കാ നീ അണക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ പരീക്ഷണം സ്വന്തം മക്കളുടെ മയ്യത്ത് കബറടക്കലാണ്. അങ്ങനൊരവസ്ഥ നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ.